നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. VFAയുടെ എക്സാം ഡേറ്റ് വന്നത് എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ് VFAയുടെ പരീക്ഷ നടക്കാനിരിക്കുന്നത്. അപ്പോൾ VFAയുടെ സിലബസ് എന്താണെന്ന് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല. സിലബസ് മാറിയിട്ടുണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന സിലബസ് തന്നെയാണോ, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, പുതിയ ടോപ്പിക്സ് ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും നമ്മള് പുതിയതായിട്ടുള്ള VFA സിലബസ്, നിങ്ങൾ അപ്ലൈ ചെയ്ത അതേ കാറ്റഗറി നമ്പറിലുള്ള VFAയുടെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിലബസ് എന്താണ്, പഴയ സിലബസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതോ മാറ്റങ്ങൾ വന്നിട്ടില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സിലബസിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ VFAക്ക് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒന്ന് താഴെ കമന്റ് ചെയ്യാമോ? എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നോക്കാം. 100 മാർക്കിനാണ് പരീക്ഷ എന്നറിയാലോ. OMR പരീക്ഷയാണ്. ആദ്യമായിട്ട് പരീക്ഷ അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളെയും കൂടെ മുൻനിർത്തിയാണ് ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത്. 100 മാർക്കിന്റെ പരീക്ഷയാണ്, OMR ആണ്. OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ ചെയ്യുകയാണ് വേണ്ടത്. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.33 വെച്ച് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ 50 മാർക്കിനാണ് GK പഠിക്കേണ്ടതായിട്ടുള്ളത്. 50 മാർക്കിന് GK പഠിക്കേണ്ടതായിട്ടുള്ളതിൽ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 5 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമം ഇമ്പോർട്ടന്റ് ആക്ട്സ് ആണ് VFAയിലെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്നത് 5 മാർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 50 മാർക്ക്. GKയിലെ 50 മാർക്ക്, ഫസ്റ്റ് സെഷൻ GKയിലെ 50 മാർക്ക് ഇത്രയും സബ്ജക്റ്റിനാണ് പോകുന്നത്. അടുത്ത 20 മാർക്കാണ് ആനുകാലിക വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 100 മാർക്കിൽ 20 മാർക്ക് കറണ്ട് അഫയേഴ്സിനാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി 10 മാർക്കാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, നിങ്ങളുടെ പ്രാദേശിക ഭാഷ ഏതാണോ അത്. അപ്പൊ ഇത്രയും 50 മാർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 50 മാർക്ക് GK, ബാക്കി 50 മാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോ പഴയ സിലബസിൽ നിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ടോപ്പിക്സ് നോക്കുമ്പോൾ പുതിയതായിട്ടുള്ള ടോപ്പിക്സും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഓരോ സബ്ജക്റ്റിനകത്തും പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. പൊതുവിജ്ഞാനം, ചരിത്രം 5 മാർക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചരിത്രത്തിലെ കേരള ചരിത്രം പഠിക്കണം, ഇന്ത്യ ചരിത്രം പഠിക്കണം, ലോക ചരിത്രം പഠിക്കണം. അപ്പൊ ഇന്ത്യ ചരിത്രം LDCയുടെ അതേ സിലബസ്, അല്ലെങ്കിൽ VFAയുടെ അതേ പണ്ടത്തെ അതേ സിലബസ് തന്നെയാണ്. ഇന്ത്യ ചരിത്രമായാലും കേരള ചരിത്രമായാലും ലോക ചരിത്രമായാലും വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല. പണ്ടത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ്. പുതിയ പോയിന്റ്സോ പുതിയ ടോപ്പിക്കുകളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഹിസ്റ്ററിയിൽ. ഇനി ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ജോഗ്രഫിയും ഇതുപോലെ തന്നെയാണ്. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എല്ലാം കൂടിയാണ് 5 മാർക്ക് വരുന്നത്. ഇതിലും വ്യത്യാസങ്ങൾ ഒന്നും തന്നെയും ഇല്ല. ഓക്കെ, സെയിം കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇന്ത്യ ജോഗ്രഫി നോക്കുമ്പോഴും അതിനും പുതിയ ടോപ്പിക്സ് ഒന്നും അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സബ് ടോപ്പിക്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പഴയ കാര്യങ്ങൾ തന്നെ. കേരള ജോഗ്രഫി നോക്കുമ്പോഴും പഴയ കാര്യങ്ങൾ. അപ്പൊ ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ധനതത്വശാസ്ത്രം നോക്കാം, എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ എന്ന്. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ 10th ലെവലിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശം, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഭേദഗതികൾ, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലിസ്റ്റ് പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഇതും വ്യത്യാസം വന്നിട്ടില്ല. ഇനി അടുത്ത ടോപ്പിക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. വ്യത്യാസമില്ല, പണ്ടത്തെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കിന്, അതും വ്യത്യാസമില്ല. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് SCRT ബേസ്ഡ് ആയിട്ട് തന്നെ മെയിൻ ആയിട്ട് നോക്കിയാൽ മതി.
ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത, രോഗങ്ങളും സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. പുതിയ സബ് ടോപ്പിക്സ് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഭൗതിക ശാസ്ത്രത്തിലും വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ചലനം, അതുപോലെ പ്രകാശം, ഭൗതിക ശാസ്ത്ര ശാഖകൾ, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി. ഓക്കെ. രസതന്ത്രം നോക്കിക്കഴിഞ്ഞാൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ അവസ്ഥ, മൂലകങ്ങൾ, ലോഹങ്ങൾ എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ്. കലാകായികം നോക്കിക്കഴിഞ്ഞാലും പ്രധാനപ്പെട്ട ദൃശ്യ ശ്രവ്യ കലകൾ വ്യത്യാസമില്ല. കായിക രംഗവും വ്യത്യാസമൊന്നുമില്ല, പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി സാഹിത്യം നോക്കുമ്പോഴും പുതിയ കാര്യങ്ങളൊന്നും തന്നെയും ആഡ് ചെയ്തിട്ടില്ല. സംസ്കാരത്തിലും ആഡ് ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ നോക്കിയാൽ കമ്പ്യൂട്ടർ 3 മാർക്കാണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ. പുതിയ കാര്യങ്ങളൊന്നും തന്നെയും ആഡ് ചെയ്തിട്ടില്ല. സുപ്രധാന നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇനി വൾണറബിൾ സെക്ഷൻ, സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, പോക്സോ ആക്ട് ഒന്നും തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടില്ല. ആനുകാലിക വിഷയം ഞാൻ എപ്പോഴും പറയുന്നു, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. 20 മാർക്ക് കറണ്ട് അഫയേഴ്സിന് പോകുന്നു. മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയും പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. 12 ടോപ്പിക്സ് തന്നെയാണ് മാത്സിന് വരുന്നത്. മെന്റലബിലിറ്റിക്ക് 13 ടോപ്പിക്സും വരുന്നു. ഓക്കെ. ഇംഗ്ലീഷില് ഗ്രാമർ 5 മാർക്ക്, വെക്കാബുലറി 5 മാർക്ക്. ഗ്രാമറിന് പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ ഇല്ല. ഡിഗ്രി ഓഫ് കമ്പാരിസൺ വരെ തന്നെയാണ് നിർത്തിയേക്കുന്നത്. വെക്കാബുലറി, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ് വരെ. മലയാളം പ്രാദേശിക ഭാഷ, മലയാളം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, ഘടകപദം വരെ. ഓക്കെ. അപ്പോ പഴയ സിലബസിൽ നിന്നും വ്യത്യാസങ്ങൾ ഒന്നും വന്നിട്ടില്ല. പുതിയ സിലബസ് എന്ന് പറഞ്ഞ് ഇറക്കിയെങ്കിലും നമ്മുടെ എപ്പോഴും PSC ഓരോ എക്സാമിനേഷൻ കലണ്ടറിൽ അതത് പരീക്ഷയുടെ നേരെ സിലബസ് കൊടുക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ വ്യത്യാസങ്ങൾ വരാം, പക്ഷെ ഈ പരീക്ഷയ്ക്ക് എന്തായാലും വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വന്ന രീതിയിലുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പില് VFA ബെവ്കോ LD കോംബോ ബാച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ VFA ബെവ്കോ LD കോംബോ ബാച്ച് അവൈലബിൾ ആണ്. ഫീസ് 1999. പക്ഷേ ഇപ്പോൾ മുഹറത്തിന്റെ ഓഫർ അവൈലബിൾ ആണ്. 10% ഡിസ്കൗണ്ട് ഫീസിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ 1700 സംതിങ് ഒക്കെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ എല്ലാ കാര്യങ്ങളും ടൈം ടേബിൾ അനുസരിച്ച് സിലബസ് അധിഷ്ഠിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സ്റ്റഡി പ്ലാൻ വെച്ച് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. വിത്ത് എക്സാംസ്, അഡീഷണൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും. ഷോർട്ടും മന്ത്ലി കറണ്ട് അഫയേഴ്സും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ്, NCERT പ്രധാനപ്പെട്ട NCERT എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ വൈസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ S എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. എന്തായാലും നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണേ. എന്നാൽ മാത്രമേ നിങ്ങൾ എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ആപ്പിലെ പോർഷൻസ് കവർ ചെയ്യുമ്പോഴായാലും, ഞാൻ ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കവർ ചെയ്യുമ്പോഴായാലും, നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ആ ഒരു സിലബസിൽ കൂടി പെൻസിലിട്ട് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കോൺഫിഡൻസ് ആണ്. കാരണം ഞാൻ ഇത്രത്തോളം കവർ ചെയ്തല്ലോ എന്ന് കാണുമ്പോൾ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും സിലബസ് എപ്പോഴും നിങ്ങളുടെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഒരുപാട് പേർക്ക് സിലബസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ സിലബസ് അധിഷ്ഠിതമായിട്ട് എപ്പോഴും പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ കണ്ണി കണ്ട വിവരങ്ങൾ പഠിച്ചിട്ട് പ്രാചീന ഇന്ത്യ, പ്രാചീന കേരളമൊക്കെ പഠിച്ചിട്ട് അതൊന്നും സിലബസിൽ ഇല്ലാത്ത കാര്യമല്ലേ. SCRT ബേസ്ഡ് ആയിട്ട് തെന്നിയും തെറിച്ചും ഒരു ചോദ്യം വന്നാലായി, അല്ലാതെ സിലബസിൽ എടുത്ത് പറയാത്ത കാര്യമാണ്. അതുപോലെ മിഡീവൽ ഇന്ത്യ നിങ്ങൾക്ക് പഠിക്കേണ്ട, VFAയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടാത്ത ടോപ്പിക്കാണ് മിഡീവൽ ഇന്ത്യ. അപ്പൊ നിങ്ങൾ ചുമ്മാ സിലബസ് ഒന്നും അറിയാതെ മുഗൾ രാജവംശം, ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിന് സമയം കളഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ചോദ്യം പോലും വരത്തില്ല. സിലബസിൽ ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ. അപ്പൊ സിലബസ് അധിഷ്ഠിതമായി കൃത്യമായ ഗൈഡൻസോടുകൂടി, കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ ഏത് പരീക്ഷയും നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.